സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് മനസ്സിൽ വിളിക്കുന്ന പുഴുത്ത കറിയവരെ കേട്ട കുഴിയോട് കാലം നീട്ടിയിരിക്കുന്ന ഒരു കുഴി ചടിച്ചാം. ഹലോ ഗൈസ്, ഈ ബോഡി ഷെയിം ചെയ്യുന്നവർ രണ്ട് തരത്തിലുണ്ട്. ഇത്ര ആൾക്കാർ നിൽക്കുന്നതിനിടയ്ക്ക് നമ്മൾ ബോഡി ഷെയിം ചെയ്ത് കളിയൊക്കെ ആസ്വദിക്കുന്നവർ. രണ്ടാമത്തത് സഹതാപ രൂപത്തിൽ നമ്മൾ ആക്ഷേപിച്ച് സന്തോഷിക്കുന്നവർ. രണ്ട് രീതി ആയാലും ബോഡി ഷെയിമിംഗ് ആണ്. 25 വയസ്സുള്ള ഞാൻ ഇതുവരെ 40 കിലോയ്ക്ക് അപ്പുറം പോയിട്ടില്ല. അതിൽ എനിക്ക് യാതൊരു പ്രശ്നങ്ങളില്ല, ഹെൽത്ത് ഇഷ്യൂസും ഇല്ല. പക്ഷേ എന്നെ കാണുന്നവർക്കാണ് ഇഷ്യൂസ് മുഴുവൻ. അയ്യോ ഈ കൊച്ചെന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതിനെ തിന്നാനൊന്നും കൊടുക്കുന്നില്ലേ, കാറ്റടിച്ചാൽ പറന്നു പോകില്ല എന്നുള്ള ക്ലീശ ഡയലോഗുകൾ കേട്ട് ഞാൻ മടുത്തു. ഇല്ല ഒന്നും തിന്നാൻ തരുന്നില്ല, എനിക്കുള്ളതും കൂടെ എന്റെ വീട്ടുകാർ അതിരുന്നത് പറഞ്ഞു. ഇത്ര വീടുണ്ടെങ്കിൽ തന്നെ കുഞ്ഞമ്മയുടെ മുന്തണിലോട്ട് തന്നെ കേട്ടിടോ എന്നൊക്കെ പറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്റെ മുഖം മാറുന്നത് കാണുമ്പോഴേ പറയുന്നത് എന്റെ അമ്മ പറയും ഒന്നും പറയില്ല വയസ്സായ ആൾക്കാരല്ലേ. അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ വയസ്സായ ആൾക്കാർക്ക് എന്ത് പറയാനുള്ള ലൈസൻസ് ഉണ്ടോ? അതോ എനിക്ക് വയസ്സായി എനിക്ക് അധികകാലം ജീവിക്കാനില്ല അതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആക്ഷേപിച്ച് സന്തോഷിക്കട്ടെ എന്നുള്ള രീതിയാണോ? മെലിഞ്ഞിരുന്ന വീട്ടിലാരും ഒന്നും തിന്നാൻ തരുന്നില്ല, കുടല് ചുരുങ്ങിയ വല്ല മാറാ രോഗമാണോ ചോദിക്കും. ഇനി തടിച്ചിരുന്ന വീട്ടിലാർക്കൊന്നും തിന്നാൻ കൊടുക്കുന്നില്ല, ഉള്ളതെല്ലാം നിങ്ങളാണോ തിന്നുന്നത്, അതിന് പെരുവയറാണോ വയറ്റി കോഴിക്കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കും. സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾ എങ്ങനെ ഇരിക്കണമെന്ന് ആഗ്രഹം. ആ ആൾക്കാർ കൂടി നിൽക്കുമ്പോൾ നമ്മളെ ആക്ഷേപിക്കുന്ന എന്തോ മഹാകാര്യമാണെന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് മനസ്സിൽ വിളിക്കുന്ന പുഴുത്ത കറിയവരെ കേട്ട കുഴിയോട് കാലം നീട്ടിയിരിക്കുന്ന ഒരു കുഴി ചടിച്ചാവും. എന്റെ അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഓൺ ദ സ്പോട്ട് വെടിവെച്ച് കൊല്ലാനുള്ള എന്തെങ്കിലും ഉത്തരവ് നമ്മുടെ സർക്കാർ ഇറക്കണം. അല്ലാത്ത പക്ഷം ഇതല്ല ഇതിന്റെ അപ്പുറം നമ്മൾ കേൾക്കേണ്ടി വരും. അപ്പം ശരി, ബൈ.